എന്തുകൊണ്ടാണ് ചിലർ മാത്രം ജീവിതത്തിൽ അവിശ്വസനീയമായ ഉയരങ്ങൾ കീഴടക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരേ സാഹചര്യത്തിൽ നിന്ന് വരുന്ന രണ്ടുപേരിൽ ഒരാൾ വിജയത്തിന്റെ പടവുകൾ കയറുമ്പോൾ മറ്റേയാൾ തുടങ്ങിയ ഇടത്തു തന്നെ നിൽക്കുന്നത്? നമ്മുടെയെല്ലാം മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. നമ്മൾ പലപ്പോഴും വിജയത്തെ ഭാഗ്യവുമായോ പാരമ്പര്യമായി കിട്ടിയ കഴിവുകളുമായോ അല്ലെങ്കിൽ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്തെത്തിയതുകൊണ്ടോ ഒക്കെ ബന്ധിപ്പിക്കാറുണ്ട്. എന്നാൽ സത്യം അതൊന്നുമല്ല. ലോകത്ത് വിജയിച്ച ഏതൊരു വ്യക്തിയുടെയും ജീവിതം നിങ്ങൾ സൂക്ഷ്മമായി പഠിക്കുകയാണെങ്കിൽ അവർക്കെല്ലാം പൊതുവായ ഒരു കാര്യമുണ്ട്. അവർ അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ ഒരു കാര്യം കൃത്യമായി ചെയ്തിട്ടുണ്ടാവും. ആ ഒരൊറ്റ കാര്യമാണ് അവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. അതെന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു രഹസ്യമല്ല, അതൊരു മാന്ത്രിക വിദ്യയുമല്ല. പക്ഷേ അത് വളരെ ശക്തമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒന്ന്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ഒരൊറ്റ കാര്യത്തെക്കുറിച്ചാണ്. ഇത് ചെയ്തവർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. നമ്മുടെ ജീവിതം ഒരു വലിയ പുഴ പോലെയാണ്. ജനനമെന്ന ഉറവിടത്തിൽ നിന്ന് തുടങ്ങി മരണമെന്ന കടലിലേക്കൊഴുകുന്ന ഒരു പുഴ. ഈ യാത്രയിൽ നമ്മളെല്ലാവരും ഒരേ ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ചിലരുടെ യാത്ര മാത്രം സുഗമവും ലക്ഷ്യബോധവുമുള്ളതുമായിരിക്കും. അവർക്ക് എവിടെയാണ് എത്തേണ്ടതെന്ന് കൃത്യമായ ധാരണയുണ്ടാകും. അവർ അവരുടെ തോണിയെ അതിനനുസരിച്ച് നിയന്ത്രിക്കും. കാറ്റും കോളും വരുമ്പോൾ അവർ പതറുകയില്ല, കാരണം അവർ തയ്യാറെടുത്തിട്ടുണ്ടാകും. എന്നാൽ ഭൂരിഭാഗം ആളുകളും അങ്ങനെയല്ല. അവർ ഒഴുക്കിനനുസരിച്ചൊഴുകി നീങ്ങുന്ന വെറും മരക്കഷ്ണങ്ങളെപ്പോലെയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്നോ എവിടെയാണ് എത്തേണ്ടതെന്നോ അവർക്ക് യാതൊരു ധാരണയും ഉണ്ടാവില്ല. ജീവിതം അവരെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അങ്ങോട്ടവർ പോകും. അവർ പരാതി പറയും, വിധിയെ പഴിക്കും, മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയപ്പെടും. പക്ഷേ സ്വന്തം തോണിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അവർ ഒരിക്കലും ശ്രമിക്കുകയില്ല. വിജയിച്ച ആളുകൾ ചെയ്ത ആ ഒരൊറ്റ കാര്യം ഇതാണ്. അവർ അവരുടെ ജീവിതമാകുന്ന തോണിയുടെ നിയന്ത്രണം സ്വയം ഏറ്റെടുത്തു. അവർ ഒഴുക്കിനെതിരെ നീന്താൻ പഠിച്ചു. കാറ്റിന്റെ ഗതി തങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ പായയുടെ ദിശ മാറ്റി ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ അവർ പരിശീലിച്ചു. അവർ കാത്തിരുന്നില്ല ഒന്നിനും വേണ്ടി. അനുകൂലമായ സാഹചര്യങ്ങൾക്ക് വേണ്ടിയോ ഭാഗ്യം വരുന്നതിനു വേണ്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടിയോ അവർ കാത്തുനിന്നില്ല. അവർ ചെയ്തത് ഇത്രമാത്രം. അവർ എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അവരെ അടുപ്പിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. വളരെ ചെറിയ കാര്യങ്ങൾ, പക്ഷേ എല്ലാ ദിവസവും അവർ അത് ആവർത്തിച്ചു. ഇവിടെയാണ് നമ്മളിൽ പലർക്കും തെറ്റുപറ്റുന്നത്. നമ്മൾ വലിയ മാറ്റങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജീവിതം മൊത്തത്തിൽ മാറിമറിഞ്ഞിട്ടുണ്ടാകുമെന്ന് സ്വപ്നം കാണുന്നു. ഒരു ലോട്ടറി അടിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു സിനിമയിൽ കാണുന്നത് പോലെയോ ഒരു സുപ്രഭാതത്തിൽ വിജയം നമ്മളെ തേടി വരുമെന്ന് കരുതുന്നു. പക്ഷേ യഥാർത്ഥ ജീവിതം അങ്ങനെയല്ല. യഥാർത്ഥ ജീവിതത്തിലെ വിജയം ഒരു വലിയ പർവ്വതം പണിയുന്നത് പോലെയാണ്. ഓരോ ദിവസവും ഓരോ പിടി മണ്ണുകൊണ്ടിടുമ്പോൾ പുറത്തുനിന്ന് നോക്കുന്നവർക്കൊരു മാറ്റവും കാണാൻ കഴിയില്ല. ആഴ്ചകൾ കഴിഞ്ഞാലും മാസങ്ങൾ കഴിഞ്ഞാലും അതൊരു ചെറിയ മൺകൂന മാത്രമായിരിക്കും. പലരും അപ്പോൾ ശ്രമം ഉപേക്ഷിക്കും. ഇതുകൊണ്ടൊരു കാര്യമില്ലെന്ന് പറഞ്ഞ് അവർ പിന്മാറും. എന്നാൽ വിജയിക്കുന്നയാൾക്കറിയാം താൻ കൊണ്ടിടുന്ന ഓരോ പിടിമണ്ണിനും അതിൻ്റേതായ വിലയുണ്ടെന്ന്. വർഷങ്ങൾ കൊണ്ട് ആ ചെറിയ മൺകൂന ഒരു വലിയ പർവ്വതമായി മാറുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. ആ വിശ്വാസമാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത്. ആ പ്രവൃത്തിയാണ് അവനെ വിജയത്തിലേക്ക് എത്തിക്കുന്നതും. അപ്പോൾ എന്താണ് ഈ പ്രവൃത്തി? ഇതിനെ നമുക്ക് പല പേരുകളിൽ വിളിക്കാം. ചിലർ ഇതിനെ ശീലം എന്ന് വിളിക്കും. മറ്റു ചിലർ അച്ചടക്കമെന്ന് പറയും. വേറെ ചിലർ ഇതിനെ തുടർച്ച എന്ന് വിശേഷിപ്പിക്കും. പേര് എന്തുതന്നെയായാലും സംഗതി ഒന്നുതന്നെയാണ്. നിങ്ങളുടെ ലക്ഷ്യമെന്താണോ അതിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന, ബോധപൂർവം തിരഞ്ഞെടുക്കുന്ന, എല്ലാ ദിവസവും ആവർത്തിക്കുന്നൊരു പ്രവൃത്തി. അതാണ് വിജയികൾ ചെയ്യുന്ന ആ കാര്യം. നമ്മളിൽ പലരും മോട്ടിവേഷനു വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഒരു മോട്ടിവേഷണൽ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആവേശം തോന്നും. നാളെ മുതൽ ഞാൻ എല്ലാം ശരിയാക്കുമെന്ന് നമ്മൾ ഉറപ്പിക്കും. പുതിയ ഡയറിയിൽ പുതിയ തീരുമാനങ്ങൾ എഴുതിവെക്കും. ജിമ്മിൽ ചേരും. പുതിയ പുസ്തകങ്ങൾ വാങ്ങും. പക്ഷേ ആ ആവേശം എത്ര ദിവസം നിലനിൽക്കും? 1-2 ദിവസം, അല്ലെങ്കിൽ ഒരാഴ്ച. പതിയെ പതിയെ ആ തീയണയും. നമ്മൾ വീണ്ടും പഴയപടിയാവും.
ഇവിടെയാണ് നിങ്ങൾ ആ രഹസ്യം തിരിച്ചറിയേണ്ടത്. വിജയിച്ച ആളുകൾ മോട്ടിവേഷനു വേണ്ടി കാത്തിരിക്കുന്നില്ല. അവർക്കറിയാം മോട്ടിവേഷൻ എന്നതൊരു വിരുന്നുകാരനെപ്പോലെയാണെന്ന്. എപ്പോൾ വരുമെന്നോ എപ്പോൾ പോകുമെന്നോ പറയാൻ പറ്റില്ല. എന്നാൽ ശീലം അങ്ങനെയല്ല. അത് നമ്മുടെ കൂടെപ്പിറപ്പാണ്. നമ്മൾ അതിനെ പരിശീലിപ്പിച്ചെടുത്താൽ അത് എല്ലാ സാഹചര്യത്തിലും നമ്മുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾക്ക് രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യാൻ മടി തോന്നുന്നുണ്ടോ? വിജയിക്കുന്നയാൾക്കും മടി തോന്നാറുണ്ട്. പക്ഷെ അയാൾ മോട്ടിവേഷൻ വരാനായി കാത്തിരിക്കില്ല. അതൊരു ശീലമായതുകൊണ്ട് അയാൾ ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ ഷൂസ് ഇട്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് വായിക്കാൻ മടുപ്പ് തോന്നുന്നുണ്ടോ? വിജയിക്കുന്നയാൾക്കും തോന്നും. പക്ഷെ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് 10 പേജ് വായിക്കുക എന്നത് അയാളുടെ ശീലമാണ്. അതുകൊണ്ട് ആ പുസ്തകം അയാളെ മാടി വിളിക്കും. ഈ ശീലങ്ങൾ രൂപപ്പെടുത്തുന്ന പ്രക്രിയയാണ് വിജയികൾ ബോധപൂർവം ചെയ്യുന്നത്. അവർ ഒരു ദിവസം കൊണ്ട് വലിയ മലകൾ മറികടക്കാൻ ശ്രമിക്കുന്നില്ല. പകരം എല്ലാ ദിവസവും ഓരോ കല്ലുകൾ എടുത്തു മാറ്റുന്നു. കാലക്രമേണ ആ മല തന്നെ ഇല്ലാതാവുന്നത് അവർ കാണുന്നു. ഇതാണ് ആരും പറയാത്ത ആ വലിയ രഹസ്യം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ വിജയത്തിലേക്കുള്ള ശീലങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുക? എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്? ആ യാത്രയിലെ ആദ്യത്തെ ചുവടുവെപ്പ് എന്തായിരിക്കണം? ഈ വിജയത്തിലേക്കുള്ള ശീലങ്ങൾ രൂപപ്പെടുത്താനുള്ള യാത്ര തുടങ്ങുന്നത് വളരെ ലളിതമായ, എന്നാൽ നമ്മളിൽ പലരും അവഗണിക്കുന്ന ഒരു ചുവടുവെപ്പിൽ നിന്നാണ്. ആ ചുവടുവെപ്പ് ഇതാണ്: വളരെ ചെറുതായി തുടങ്ങുക. എത്രത്തോളം ചെറുതായി തുടങ്ങാമോ അത്രത്തോളം നല്ലത്. നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേകതയുണ്ട്. വലിയ മാറ്റങ്ങളെ അത് ഭയത്തോടെയാണ് കാണുന്നത്. പുതിയതും വലുതുമായ ഒരു കാര്യം തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ തലച്ചോർ നമ്മളെ പിന്നോട്ടു വലിക്കും. അത് സുരക്ഷിതമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. പഴയ ശീലങ്ങളിൽ കംഫർട്ട് സോണിൽ ഒതുങ്ങിക്കൂടാനാണ് അതിനിഷ്ടം. അതുകൊണ്ടാണ് ജിമ്മിൽ പോകാൻ തീരുമാനിച്ചാൽ ആദ്യത്തെ ദിവസം തന്നെ 100 പുഷപ്പ് എടുക്കുമെന്ന് ശപഥം ചെയ്യുന്നവർ 2ാം ദിവസം എഴുന്നേൽക്കാൻ പോലും മടിക്കുന്നത്. ആ വലിയ ലക്ഷ്യം തലച്ചോറിനെ ഭയപ്പെടുത്തുന്നു. എന്നാൽ വിജയിക്കുന്നവർ ഈ മനഃശാസ്ത്രം മനസ്സിലാക്കിയവരാണ്. അവർ തലച്ചോറിനെ കബളിപ്പിക്കാൻ പഠിച്ചവരാണ്. അവർ തുടങ്ങുന്നത് ഒരു പുഷപ്പിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ജിമ്മിൽ പോയി 5 മിനിറ്റ് നടന്നിട്ട് തിരിച്ചു വരുന്നതിൽ നിന്നായിരിക്കും. പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ഒരു ദിവസം 1 പേജ് മാത്രം വായിക്കും, അല്ലെങ്കിൽ 1 ഖണ്ഡിക മാത്രം. എഴുത്തുകാരനാകാൻ ആഗ്രഹിക്കുന്നയാൾ ഒരു ദിവസം 1 വാചകം മാത്രം എഴുതും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാകാം. ഒരു പുഷപ്പ് കൊണ്ട് എന്ത് നേടാനാണ്? 1 വാചകം എഴുതിയാൽ എങ്ങനെ എഴുത്തുകാരനാകും എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഇവിടെയാണ് ആ മാന്ത്രികത ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഒരു പുഷപ്പ് എടുക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് അതിനെ എതിർക്കാൻ ഒരു കാരണവുമുണ്ടാകില്ല. കാരണം അത് വളരെ എളുപ്പമാണ്, ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒന്ന്. എന്നാൽ നിങ്ങളത് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വെറുമൊരു ശാരീരിക വ്യായാമം മാത്രമല്ല. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ മാറ്റി എഴുതുകയാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുകയാണ്, ഞാൻ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്ന ഒരാളാണ്. അടുത്ത ദിവസം 2 പുഷപ്പ് എടുക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടാവില്ല. ഒരാഴ്ച കഴിയുമ്പോൾ അത് 10 ആകും. 1 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് 50 പുഷപ്പ് ഒരുപക്ഷെ ഒരു വെല്ലുവിളിയേ അല്ലാതായി മാറും. നിങ്ങൾ 1 പേജ് വായിക്കാൻ തുടങ്ങുമ്പോൾ ചിലപ്പോൾ കഥയുടെ രസം കൊണ്ട് നിങ്ങൾ അറിയാതെ തന്നെ 10ഉം 20ഉം പേജുകൾ മറിച്ചുപോകും. 1 വാചകം എഴുതാനിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പുതിയ ആശയങ്ങൾ വരും. നിങ്ങളറിയാതെ അതൊരു ഖണ്ഡികയായി മാറും. പ്രധാനം തുടങ്ങുക എന്നതാണ്. ആ തുടക്കം എത്രത്തോളം ചെറുതും എളുപ്പവുമാക്കാമോ അത്രത്തോളം നിങ്ങളുടെ വിജയസാധ്യത കൂടും. വലിയൊരു മതിൽ ഒറ്റ ദിവസം കൊണ്ട് പണിയാൻ ശ്രമിക്കുന്നതിന് പകരം എല്ലാ ദിവസവും കൃത്യസമയത്ത് 1 ഇഷ്ടിക എടുത്തു വയ്ക്കുക. തുടക്കത്തിൽ ആരും അത് ശ്രദ്ധിക്കില്ല. പക്ഷേ മാസങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ ആ മതിൽ ഉയർന്നു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ പ്രക്രിയയിലെ 2ാമത്തെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ശീലത്തെ നിങ്ങളുടെ ഐഡന്റിറ്റി അഥവാ വ്യക്തിത്വവുമായി ബന്ധിപ്പിക്കുക എന്നതാണ്. ഞാൻ വ്യായാമം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണെന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാനൊരു ആരോഗ്യവാനായ, എല്ലാ ദിവസവും വ്യായാമം ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് വിശ്വസിക്കാൻ തുടങ്ങുക. ഞാൻ എഴുതാൻ പോകുന്ന ആളല്ല, ഞാനൊരു എഴുത്തുകാരനാണ് എന്ന് സ്വയം പറയുക. ഈയൊരു ചിന്താഗതിയുടെ മാറ്റം വളരെ വലുതാണ്. കാരണം നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ വിശ്വാസങ്ങളുമായി എപ്പോഴും ചേർന്ന് നിൽക്കാൻ ശ്രമിക്കും. നിങ്ങളൊരു എഴുത്തുകാരനാണെന്ന് വിശ്വസിച്ചാൽ എഴുതാതിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകും.
നിങ്ങൾ ആരോഗ്യവാനാണെന്ന് വിശ്വസിച്ചാൽ അനാരോഗ്യകരമായ ഭക്ഷണം കാണുമ്പോൾ നിങ്ങൾക്കതിനോടൊരകൽച്ച തോന്നും. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യമെന്താണോ ആ ലക്ഷ്യം നേടിയ വ്യക്തിയായി സ്വയം സങ്കൽപ്പിക്കുക. എന്നിട്ട് ചോദിക്കുക, അങ്ങനെയുള്ള ഒരാൾ ഇന്ന് എന്തു ചെയ്യും? ഒരു വലിയ മാരത്തോൺ ഓട്ടക്കാരനാകാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഒരു മാരത്തോൺ ഓട്ടക്കാരൻ എന്തു ചെയ്യും? അയാൾ ഒരിക്കലും ഒരു ദിവസം മുടക്കുകയില്ല. ഒരുപക്ഷെ അയാൾക്ക് ഓടാൻ പറ്റിയില്ലെങ്കിലും അയാൾ നടക്കാനെങ്കിലും പോകും. കാരണം അതയാളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ശീലങ്ങൾ മറന്നുപോകാതെ ദിനചര്യയുടെ ഭാഗമാക്കുന്നത്? അവിടെയാണ് മൂന്നാമത്തെ രഹസ്യം വരുന്നത്. അതിനെ നമുക്ക് ഹാബിറ്റ് സ്റ്റാക്കിംഗ് അഥവാ ശീലങ്ങളെ അടുക്കിവയ്ക്കൽ എന്ന് വിളിക്കാം. നിങ്ങൾ ഇതിനകം എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യത്തോട് നിങ്ങളുടെ പുതിയ ശീലത്തെ കൂട്ടിച്ചേർക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ പല്ല് തേക്കാറുണ്ടല്ലോ. അതൊരു ഉറച്ച ശീലമാണ്. അപ്പോൾ ഇങ്ങനെ തീരുമാനിക്കുക, ഞാൻ പല്ല് തേച്ചതിന്റെ ശേഷം 1 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ചായ കുടിച്ചതിന് ശേഷം 5 മിനിറ്റ് പുസ്തകം വായിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ പഴയ ശീലം പുതിയ ശീലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ട്രിഗറായി മാറും. പല്ല് തേക്കുമ്പോൾ തന്നെ അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നേടിയ വ്യക്തിയായി സ്വയം സങ്കൽപ്പിക്കുക. എന്നിട്ട് ചോദിക്കുക, അങ്ങനെയുള്ള ഒരാൾ ഇന്ന് എന്തു ചെയ്യും? ഒരു വലിയ മാരത്തോൺ ഓട്ടക്കാരനാകാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഒരു മാരത്തോൺ ഓട്ടക്കാരൻ എന്തു ചെയ്യും? അയാൾ ഒരിക്കലും ഒരു ദിവസം മുടക്കുകയില്ല. ഒരുപക്ഷെ അയാൾക്ക് ഓടാൻ പറ്റിയില്ലെങ്കിലും അയാൾ നടക്കാനെങ്കിലും പോകും. കാരണം അതയാളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ ശീലങ്ങൾ മറന്നുപോകാതെ ദിനചര്യയുടെ ഭാഗമാക്കുന്നത്? അവിടെയാണ് മൂന്നാമത്തെ രഹസ്യം വരുന്നത്. അതിനെ നമുക്ക് ഹാബിറ്റ് സ്റ്റാക്കിംഗ് അഥവാ ശീലങ്ങളെ അടുക്കിവെക്കൽ എന്ന് വിളിക്കാം. നിങ്ങൾ ഇതിനകം എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യത്തോട് നിങ്ങളുടെ പുതിയ ശീലത്തെ കൂട്ടിച്ചേർക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ പല്ല് തേക്കാറുണ്ടല്ലോ. അതൊരു ഉറച്ച ശീലമാണ്. അപ്പോൾ ഇങ്ങനെ തീരുമാനിക്കുക, ഞാൻ പല്ല് തേച്ചതിന് ശേഷം 1 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ചായ കുടിച്ചതിന് ശേഷം 5 മിനിറ്റ് പുസ്തകം വായിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ പഴയ ശീലം പുതിയ ശീലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ട്രിഗറായി മാറും. പല്ല് തേക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് പറയും, അടുത്തത് മെഡിറ്റേഷൻ. ചായക്കപ്പ് എടുക്കുമ്പോൾ തന്നെ ഓർമ്മ വരും, ഇനി വായനയുടെ സമയമാണ്. ഇത് നിങ്ങളുടെ പുതിയ ശീലത്തെ ഓട്ടോമാറ്റിക്കാക്കാൻ സഹായിക്കും. അതിന് പ്രത്യേക ഓർമ്മപ്പെടുത്തലുകളോ അലാറങ്ങളോ വേണ്ടിവരില്ല. അത് ജീവിതത്തിന്റെ സ്വാഭാവികമായ ഒഴുക്കിന്റെ ഭാഗമായി മാറും. ചെറുതായി തുടങ്ങുക, അതിനെ വ്യക്തിത്വത്തിന്റെ ഭാഗമാക്കുക, നിലവിലുള്ള ശീലത്തോട് കൂട്ടിച്ചേർക്കുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏതു നല്ല ശീലവും നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതൊരു മരം നടുന്നതുപോലെയാണ്. ആദ്യം ഒരു ചെറിയ വിത്തു പാകുന്നു, പിന്നീട് എല്ലാ ദിവസവും അല്പം വെള്ളമൊഴിക്കുന്നു. തുടക്കത്തിൽ വലിയ മാറ്റങ്ങളൊന്നും കാണില്ല, പക്ഷെ നിങ്ങളുടെ ക്ഷമയും സ്ഥിരോത്സാഹവും അതിനെ പരിപോഷിപ്പിക്കും. കാലക്രമേണ ആ വിത്ത് മുളച്ച് വളർന്ന് തണൽ നൽകുന്ന ഒരു വലിയ വൃക്ഷമായി മാറും. നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിന്റെ ഫലങ്ങൾ നൽകുന്ന ഒരു കൽപ്പവൃക്ഷം. എന്നാൽ ഈ യാത്ര അത്ര സുഗമമായിരിക്കില്ല. വഴിയിൽ പ്രതിബന്ധങ്ങളുണ്ടാകും. ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് മടുപ്പു തോന്നും. ചിലപ്പോൾ നിങ്ങൾ തുടങ്ങിയ ശീലം മുടങ്ങിപ്പോയേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ എങ്ങനെയാണ് വിജയികൾ നേരിടുന്നത്? പരാജയം സംഭവിക്കുമ്പോൾ അവർ തളർന്നു പോകുകയാണോ, അതോ അവർക്ക് മറ്റെന്തെങ്കിലും രഹസ്യമുണ്ടോ? ശീലങ്ങൾ രൂപപ്പെടുത്തുന്ന യാത്രയിൽ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമുണ്ട്. അത് വഴിയിൽ താളം തെറ്റുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം ശീലം മുടങ്ങിപ്പോകുമ്പോൾ എന്തു ചെയ്യണമെന്നുള്ളതാണ്. ഇവിടെയാണ് വിജയികളും സാധാരണക്കാരും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വ്യക്തമാകുന്നത്. നമ്മളിൽ ഭൂരിഭാഗം പേരും എല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന ചിന്താഗതിക്കാരാണ്. ഒരു ദിവസം ജിമ്മിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ സ്വയം പറയും, തീർന്നു, എന്റെ ഡയറ്റ് പ്ലാൻ നശിച്ചു. ഇനി അടുത്ത മാസം 1-ാം തീയതി മുതൽ പുതിയതായി തുടങ്ങാം. ഒരു ദിവസം പുസ്തകം വായിക്കാൻ മറന്നാൽ ഇനി വായിച്ചിട്ട് കാര്യമില്ല, ഈ ആഴ്ച പോയി എന്ന് ചിന്തിക്കും. ഈയൊരു ചിന്തയാണ് ഏറ്റവും വലിയ ശത്രു. ഒരു തവണ വഴിതെറ്റുന്നത് ഒരു പ്രശ്നമല്ല. എന്നാൽ ആ വഴിതെറ്റലിനെ ഒരു പരാജയമായി കണ്ട് യാത്ര തന്നെ ഉപേക്ഷിക്കുന്നതാണ് യഥാർത്ഥ പരാജയം. എന്നാൽ വിജയിക്കുന്നവരുടെ നിയമം വളരെ ലളിതമാണ്. ഒരിക്കലും 2 തവണ അടുപ്പിച്ചു മുടക്കരുത്. നെവർ മിസ് ട്വൈസ്. ഒന്നാലോചിച്ചു നോക്കൂ, ഇതെത്ര ശക്തമായൊരു നിയമമാണെന്ന്. ഒരു ദിവസം വ്യായാമം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് സാരമില്ല. ജീവിതത്തിൽ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കാം. ക്ഷീണം തോന്നാം, അസുഖം വരാം. അതൊരു പിഴവ് മാത്രമാണ്. പക്ഷേ അടുത്ത ദിവസവും വ്യായാമം ചെയ്യാതിരുന്നാൽ അതൊരു പുതിയ ശീലത്തിന്റെ തുടക്കമാണ്. മടിയുടെ ഉപേക്ഷിക്കുന്നതിന്റെ ശീലം. വിജയിക്കുന്നവർക്ക് ഈ അപകടം അറിയാം.
അതുകൊണ്ട് ഒരു ദിവസം മുടങ്ങിയാൽ അടുത്ത ദിവസം എന്തു വന്നാലും അവരാ പ്രവൃത്തി ചെയ്തിരിക്കും. 1 മണിക്കൂർ വ്യായാമം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും 10 മിനിറ്റെങ്കിലും അവർ ചെയ്തിരിക്കും. 100 പേജ് വായിക്കാൻ സമയമില്ലെങ്കിലും 1 പേജെങ്കിലും അവർ വായിച്ചിരിക്കും. പ്രധാനം ആ ശീലത്തിന്റെ ചങ്ങല പൊട്ടാതെ നോക്കുക എന്നതാണ്. ഒരൊറ്റ മഴ പെയ്താൽ ഒരു വിളയും നശിച്ചു പോവില്ല. പക്ഷെ ദിവസങ്ങളോളം വെള്ളപ്പൊക്കമുണ്ടായാൽ എല്ലാം നശിക്കും. അതുപോലെയാണ് ശീലങ്ങളും. ഒരു ദിവസത്തെ മുടക്കം ഒരു മഴത്തുള്ളി പോലെയാണ്. പക്ഷെ തുടർച്ചയായ മുടക്കങ്ങൾ ഒരു പ്രളയം പോലെ നിങ്ങളുടെ എല്ലാ പുരോഗതിയെയും ഒഴുക്കിക്കൊണ്ടുപോകും. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ ഏതെങ്കിലും ഒരു നല്ല ശീലം മുടങ്ങിപ്പോയാൽ നിരാശപ്പെടരുത്, സ്വയം പഴിക്കരുത്. അതൊരു മനുഷ്യസഹജമായ കാര്യമായി മാത്രം കാണുക. എന്നിട്ട് ഒരൊറ്റ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക: നാളെ ഞാനിത് ആവർത്തിക്കാൻ അനുവദിക്കില്ല. ആ ഒരൊറ്റ തീരുമാനം മതി നിങ്ങളെ വീണ്ടും വിജയത്തിന്റെ പാതയിലേക്ക് തിരികെ കൊണ്ടുവരാൻ. ഈ യാത്രയിൽ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് നമ്മുടെ ചുറ്റുപാടുകൾ അഥവാ എൻവയൺമെന്റ്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശീലങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ ചുറ്റുപാടുകൾക്ക് വലിയ പങ്കുണ്ട്. നിങ്ങളുടെ മുറിയിൽ എപ്പോഴും ചിപ്സിന്റെ പാക്കറ്റുകളും മധുരപലഹാരങ്ങളും ഇരിപ്പുണ്ടെങ്കിൽ, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളുടെ കൺമുന്നിൽ എപ്പോഴും പഴങ്ങളും പച്ചക്കറികളുമാണ് ഇരിക്കുന്നതെങ്കിലോ, നിങ്ങൾ അറിയാതെ തന്നെ അതെടുത്ത് കഴിക്കാൻ തുടങ്ങും. വിജയിക്കുന്നവരിത് മനസ്സിലാക്കി അവരുടെ ചുറ്റുപാടുകളെ ബോധപൂർവം ഡിസൈൻ ചെയ്യുന്നു. അവർ നല്ല ശീലങ്ങൾ എളുപ്പമാക്കുകയും ചീത്ത ശീലങ്ങൾ പ്രയാസമുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു. രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഉറങ്ങുന്നതിനു മുൻപ് തന്നെ വ്യായാമത്തിനുള്ള വസ്ത്രങ്ങൾ കട്ടിലിനരികെ എടുത്തുവയ്ക്കും. ഷൂസ് വാതിലിനടുത്തുവയ്ക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വ്യായാമം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ ഒരുക്കിവച്ചിരിക്കും. മടി തോന്നിയാൽ പോലും ഇതെല്ലാം കാണുമ്പോൾ അവർക്ക് തുടങ്ങാതിരിക്കാൻ കഴിയില്ല. പുസ്തകം വായിക്കാനാണ് ആഗ്രഹമെങ്കിൽ TV റിമോട്ടിന്റെ സ്ഥാനത്ത് അവർ ഒരു പുസ്തകം വയ്ക്കും. മൊബൈൽ ഫോൺ ബെഡ്റൂമിന് പുറത്ത് ചാർജ് ചെയ്യാൻ വയ്ക്കും. അങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫോണിൽ സമയം കളയുന്നതിന് പകരം കയ്യിൽ കിട്ടുന്ന പുസ്തകം വായിക്കാൻ അവർ നിർബന്ധിതരാകും. ചീത്ത ശീലങ്ങളെ ഒഴിവാക്കാനും ഇതേ തന്ത്രം ഉപയോഗിക്കാം. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കുറയ്ക്കണമെങ്കിൽ ഫോണിൽ നിന്ന് ആ ആപ്പുകൾ ഡിലീറ്റ് ചെയ്യുക. ലാപ്ടോപ്പിൽ മാത്രം ഉപയോഗിക്കാൻ തീരുമാനിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ തവണയും സോഷ്യൽ മീഡിയ നോക്കണമെന്ന് തോന്നുമ്പോൾ ലാപ്ടോപ്പ് തുറക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു ചുറ്റുപാട് സൃഷ്ടിക്കുക. അത് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്ര അത് വളരെ എളുപ്പമാക്കി മാറ്റും. നിങ്ങൾ കാറ്റിന് അനുകൂലമായി സഞ്ചരിക്കുന്ന ഒരു പായ്ക്കപ്പൽ പോലെയാകും. ചെറിയൊരു പരിശ്രമം മതിയാകും വലിയ ദൂരം മുന്നോട്ടു പോകാൻ. പക്ഷേ ഈ ശീലങ്ങളും അച്ചടക്കവും ചുറ്റുപാടുകളും മാത്രം മതിയോ? ഒരു യന്ത്രത്തെപ്പോലെ എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ ആവർത്തിച്ചാൽ മാത്രം വിജയിക്കാൻ സാധിക്കുമോ? അവിടെയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തിയായ ഒന്നിന്റെ പ്രാധാന്യം വരുന്നത്. അതാണ് നമ്മുടെ ലക്ഷ്യബോധം അഥവാ പേർപ്പസ്. എന്തിനാണ് നിങ്ങളിതെല്ലാം ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ എല്ലാ ദിവസവും ഈ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ വ്യക്തമായ ഒരു ഉത്തരമുണ്ടായിരിക്കണം. ആ ഉത്തരമാണ് കൊടുങ്കാറ്റിലും കടാതെ നിൽക്കുന്ന വിളക്ക് പോലെ നിങ്ങൾക്ക് വഴികാട്ടുന്നത്. വെറുതെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി വ്യായാമം ചെയ്യുന്നൊരാൾക്ക് പെട്ടെന്ന് മടുക്കും. എന്നാൽ എൻ്റെ മക്കളുടെ കൂടെ ഓടിക്കളിക്കാനും അവരുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളിൽ ആരോഗ്യത്തോടെ പങ്കുചേരാനും വേണ്ടിയാണ് ഞാൻ വ്യായാമം ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരച്ഛനോ അമ്മയ്ക്കോ അത്ര പെട്ടെന്ന് മടുക്കില്ല. അവരുടെ ലക്ഷ്യം വെറും ഭാരം കുറയ്ക്കലല്ല, അതിനേക്കാൾ വൈകാരികവും ശക്തവുമായ ഒന്നാണത്. അതുകൊണ്ട് നിങ്ങളുടെ ശീലങ്ങൾക്ക് പിന്നിൽ ശക്തമായ ഒരു എന്തിന് കണ്ടെത്തുക. ആ എന്തിന് നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടുന്ന ഒന്നായിരിക്കണം. അത് പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടിയുള്ള കേവലം ഒരു ആഗ്രഹമാകരുത്. അതിനുമപ്പുറം നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു വലിയ ലക്ഷ്യമായിരിക്കണമത്. ആ ലക്ഷ്യബോധം നിങ്ങളുടെ ഉള്ളിൽ ജ്വലിച്ചു നിൽക്കുമ്പോൾ ഒരു പുഷപ്പ് എടുക്കുന്നതോ ഒരു പേജ് വായിക്കുന്നതോ നിങ്ങൾക്കൊരു ഭാരമായി തോന്നില്ല. മറിച്ച് നിങ്ങളുടെ വലിയ സ്വപ്നത്തിലേക്കുള്ള ഓരോ ചവിട്ടുപടികളായിട്ടായിരിക്കും നിങ്ങളതിനെ കാണുക. ഓരോ പ്രവൃത്തിയും ഒരു ആഘോഷമായി മാറും. ശക്തമായ ലക്ഷ്യബോധം ഉള്ളിൽ ജ്വലിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തിക്കും പുതിയൊരർത്ഥം കൈവരും. പക്ഷേ ഈ യാത്രയിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന മറ്റൊരു വലിയ വെല്ലുവിളിയുണ്ട്. അത് പുറത്തുനിന്നല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതാണ് നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും.
നമ്മൾ എത്രയൊക്കെ നല്ല ശീലങ്ങൾ തുടങ്ങിയാലും നമ്മുടെ ഉള്ളിലിരുന്ന് ഒരു ശബ്ദം എപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. നിന്നെക്കൊണ്ടിതിനൊന്നും കഴിയില്ല, നീ പരാജയപ്പെടും, മറ്റുള്ളവർ നിന്നേക്കാൾ എത്രയോ മുന്നിലാണ്, ഇതുവരെ വിജയിക്കാത്ത നീ ഇനി എങ്ങനെ വിജയിക്കാനാണ്? ഇത്തരം ചിന്തകൾ ഒരു വിഷം പോലെ നമ്മുടെ ആത്മവിശ്വാസത്തെ കാർന്നു തിന്നും. വിജയിച്ച ആളുകളും ഈ ശബ്ദം കേൾക്കാറുണ്ട്, പക്ഷേ അവർ ആ ശബ്ദത്തെ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അവർക്കറിയാം മനസ്സിൽ വരുന്ന എല്ലാ ചിന്തകളും സത്യമല്ലെന്ന്. ചിന്തകൾ വരികയും പോകുകയും ചെയ്യുന്ന വെറും മേഘങ്ങൾ പോലെയാണെന്ന് അവർ തിരിച്ചറിയുന്നു. അവർ ആ ചിന്തകളെ നിരീക്ഷിക്കാൻ പഠിക്കുന്നു, പക്ഷേ അതിൽ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് ചിന്ത വരുമ്പോൾ അതിനോട് വഴക്കിടാൻ പോകരുത്. അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ അത് കൂടുതൽ ശക്തമാവുകയേയുള്ളൂ. പകരം അതിനെ ഒരു മൂന്നാമനായി നിന്ന് നിരീക്ഷിക്കുക. ഓ, എന്റെ മനസ്സിപ്പോൾ പറയുന്നത് എന്നെക്കൊണ്ട് കഴിയില്ലെന്നാണല്ലോ, രസകരം എന്നൊരു പുഞ്ചിരിയോടെ അതിനെ സ്വാഗതം ചെയ്യുക. നിങ്ങൾ അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കാതിരിക്കുമ്പോൾ അത് തനിയെ ശക്തി ക്ഷയിച്ച് അപ്രത്യക്ഷമാകും. ഇവിടെയാണ് ക്ഷമ എന്ന ഘടകത്തിന്റെ പ്രാധാന്യം വരുന്നത്. നമ്മൾ ജീവിക്കുന്നത് അതിവേഗത്തിന്റെ ഒരു ലോകത്താണ്. എല്ലാം നമുക്ക് തൽക്ഷണം വേണം. ഓർഡർ ചെയ്താൽ മിനിറ്റുകൾക്കുള്ളിൽ ഭക്ഷണം മുന്നിലെത്തണം. ഒരു ബട്ടൺ അമർത്തിയാൽ ലോകത്തിന്റെ ഏത് കോണിലുമുള്ള സിനിമ കാണാൻ കഴിയണം. ഈ തൽക്ഷണ ഫലങ്ങളുടെ ലോകത്ത് പതുക്കെ വളരുന്ന കാര്യങ്ങളിൽ ക്ഷമയോടെ കാത്തിരിക്കാൻ നമ്മൾ മറന്നുപോയി. ഒരു ശീലം രൂപപ്പെടുത്തുന്നത് ഒരു മരം നടുന്നതുപോലെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിന് സമയമെടുക്കും. ഒരു വിത്ത് നട്ട് പിറ്റേ ദിവസം തന്നെ ഫലം പ്രതീക്ഷിക്കുന്ന കർഷകനെപ്പോലെയാകരുത് നമ്മൾ. ദിവസങ്ങളും ആഴ്ചകളും ചിലപ്പോൾ മാസങ്ങളും എടുത്തേക്കാം എന്തെങ്കിലും മാറ്റം കണ്ടു തുടങ്ങാൻ. ഈ കാലയളവിലെ ക്ഷമയാണ് നിങ്ങളുടെ വിജയത്തെ നിർണയിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആമസോൺ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി കെട്ടിപ്പടുത്ത ജെഫ് ബെസോസ് ആദ്യത്തെ കുറേ വർഷങ്ങളിൽ ലാഭമുണ്ടാക്കിയിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് തന്റെ കാഴ്ചപ്പാടിൽ ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. ദീർഘകാലത്തേക്കുള്ള വളർച്ചയിലാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. ആ ക്ഷമയാണ് അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരിൽ ഒരാളാക്കി മാറ്റിയത്. നമ്മളിൽ പലരും ഒരു മാസം ഡയറ്റ് നോക്കിയിട്ട് ഭാരം കുറഞ്ഞില്ലെങ്കിൽ ശ്രമം ഉപേക്ഷിക്കും. കുറച്ചുനാൾ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടിട്ട് വ്യൂസ് കിട്ടിയില്ലെങ്കിൽ നിർത്തിപ്പോകും. പക്ഷേ വിജയികൾക്കറിയാം, യഥാർത്ഥ ഫലങ്ങൾ വരുന്നത് തുടർച്ചയായ പരിശ്രമത്തിന്റെ അവസാന ഘട്ടത്തിലാണെന്ന്. ഒരു മുളയുടെ വിത്ത് ഭൂമിയിൽ നട്ടാൽ ആദ്യത്തെ 4 വർഷവും മണ്ണിനു മുകളിൽ ഒന്നും കാണാൻ കഴിയില്ല. പക്ഷേ 5-ാമത്തെ വർഷം വെറും 6 ആഴ്ച കൊണ്ട് അത് 90 അടി ഉയരത്തിൽ വളരും. ആദ്യത്തെ 4 വർഷവും അത് വെറുതെയിരിക്കുകയായിരുന്നില്ല. മണ്ണിനടിയിൽ അതിന്റെ വേരുകൾ ശക്തമാക്കുകയായിരുന്നു. ആ ശക്തമായ അടിത്തറയാണ് അതിന് ആകാശത്തേക്ക് കുതിക്കാനുള്ള ശക്തി നൽകിയത്. അതുപോലെ നിങ്ങളുടെ പരിശ്രമങ്ങളുടെ തുടക്കകാലം നിങ്ങളുടെ വേരുകൾ ഉറപ്പിക്കുന്ന സമയമാണ്. ആ സമയത്ത് പുറമേക്ക് വലിയ വളർച്ചയൊന്നും കണ്ടില്ലെന്ന് വരാം. പക്ഷേ നിങ്ങൾ തളരരുത്. ക്ഷമയോടെ നിങ്ങളുടെ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരിക്കുക. ഫലം തീർച്ചയായും നിങ്ങളെ തേടിവരും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വലുതായിരിക്കും ആ ഫലം. അപ്പോൾ വിജയിച്ചവർ ചെയ്ത ആ ഒരൊറ്റ കാര്യം എന്താണ്? അത് കേവലം ഒരു പ്രവൃത്തിയല്ല, അതൊരു ചിന്താഗതിയാണ്, ഒരു ജീവിത രീതിയാണ്. ചെറുതായി തുടങ്ങുക, പക്ഷേ എല്ലാ ദിവസവും ചെയ്യുക. അതിനെ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാക്കുക. ഒരിക്കലും 2 തവണ അടുപ്പിച്ചു മുടക്കാതിരിക്കുക. നിങ്ങളുടെ ചുറ്റുപാടുകളെ ലക്ഷ്യത്തിനനുസരിച്ച് മാറ്റിയെടുക്കുക. എല്ലാറ്റിനുമുപരി ശക്തമായൊരു ലക്ഷ്യബോധത്തോടെയും അചഞ്ചലമായ ക്ഷമയോടെയും മുന്നോട്ടു പോകുക. ഇതൊരു മാന്ത്രിക സൂത്രവാക്യമല്ല. ഇത് കഠിനാധ്വാനത്തിന്റെയും അച്ചടക്കത്തിന്റെയും വഴിയാണ്. പക്ഷേ ഈ വഴിയിലൂടെ സഞ്ചരിച്ചവരാരും പരാജയപ്പെട്ടിട്ടില്ല. അവർ ഒരു പക്ഷേ വിചാരിച്ചത്ര വേഗത്തിലെത്തിയിട്ടുണ്ടാവില്ല. അവർ ഒരുപാട് തവണ വീണിട്ടുണ്ടാകാം. പക്ഷേ ഓരോ വീഴ്ചയിലും അവരെഴുന്നേറ്റ് പൊടി തട്ടി വീണ്ടും മുന്നോട്ട് നടന്നു. കാരണം അവർക്കറിയാമായിരുന്നു, യാത്ര തുടരുന്നിടത്തോളം കാലം ലക്ഷ്യം അകലെയല്ലെന്ന്. ഇന്ന് നിങ്ങൾ എവിടെ നിൽക്കുന്നു എന്നതൊരു വിഷയമല്ല. നിങ്ങളുടെ ഭൂതകാലം എന്തായിരുന്നു എന്നതും പ്രശ്നമല്ല. നിങ്ങൾക്ക് എത്ര പ്രായമുണ്ടെന്നോ നിങ്ങളുടെ സാഹചര്യം എന്താണെന്നോ ഉള്ളതും ഒരു തടസ്സമല്ല. നിങ്ങൾക്ക് വേണ്ടത് ഒരേയൊരു കാര്യമാണ്, ഒരു തീരുമാനം. ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ഒരു തീരുമാനം. ഒരു വലിയ ലക്ഷ്യം മുന്നിൽ കാണുക.
അതിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഏറ്റവും ചെറിയൊരു ചുവടെന്താണെന്ന് കണ്ടെത്തുക. ഇന്ന് തന്നെ ആ ചുവട് വയ്ക്കുക. നാളേക്ക് മാറ്റിവെക്കരുത്. നാളെ എന്നൊന്ന് ചിലപ്പോഴുണ്ടാകണമെന്നില്ല. നമുക്കുള്ളത് ഈ നിമിഷം മാത്രമാണ്. നിങ്ങളുടെ ജീവിതമാകുന്ന ശില്പം കൊത്തിയുണ്ടാക്കേണ്ട ശില്പി നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഉളിയും ചുറ്റികയും നിങ്ങളുടെ ശീലങ്ങളാണ്. ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെറിയ പ്രവൃത്തിയും ആ ശില്പത്തിൽ നിങ്ങൾ നടത്തുന്ന ഓരോ കുത്തുവേലകളാണ്. തുടക്കത്തിൽ അതൊരു കല്ല് മാത്രമായിരിക്കാം. പക്ഷെ ക്ഷമയോടെ, സ്ഥിരോത്സാഹത്തോടെ നിങ്ങൾ പണി തുടർന്നാൽ കാലക്രമേണ ലോകമാരാധിക്കുന്ന ഒരു മനോഹര ശില്പമായി അത് മാറും. നിങ്ങളുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന ഒരു മഹത്തായ സൃഷ്ടിയായി മാറും. അപ്പോൾ ആ നിർണായകമായ ചോദ്യമിതാണ്: നിങ്ങൾ എന്ത് തെരഞ്ഞെടുക്കുന്നു? ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്ന ഒരു മരക്കഷ്ണമായി തുടരാനാണോ നിങ്ങളുടെ തീരുമാനം? അതോ നിങ്ങളുടെ ജീവിതമാകുന്ന തോണിയുടെ ചുക്കാൻ പിടിക്കുന്ന ലക്ഷ്യബോധമുള്ള ഒരു നാവികനാകാനാണോ നിങ്ങളുടെ തീരുമാനം? ഈ ലോകത്ത് വിജയിച്ചവരെല്ലാം ഒരിക്കൽ സാധാരണക്കാരായിരുന്നു. നമ്മളെപ്പോലെ സംശയങ്ങളും ഭയങ്ങളുമുള്ളവർ. പക്ഷേ ഒരു നിമിഷത്തിൽ അവരൊരു തീരുമാനമെടുത്തു. ഇനി ഇങ്ങനെ പോയാൽ പോരാ എന്നവർ തിരിച്ചറിഞ്ഞു. അവർ മാറ്റത്തിനായി കാത്തുനിന്നില്ല. അവർ സ്വയം മാറ്റമായി മാറി. അവർ മറ്റുള്ളവരെ പഴിച്ചില്ല. അവർ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്തു. ഇന്ന് നിങ്ങൾ കേട്ട കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് പുതിയ അറിവുകളായിരിക്കില്ല. നിങ്ങൾ ഇതിനെക്കുറിച്ച് മുൻപും വായിച്ചിട്ടുണ്ടാകാം, കേട്ടിട്ടുണ്ടാകാം. പക്ഷേ അറിവുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. അറിവിനെ പ്രവൃത്തിയിലേക്ക് മാറ്റുമ്പോഴാണ് അത് ശക്തിയായി മാറുന്നത്. നിങ്ങൾ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പഴയ അതേ മനുഷ്യനായി എഴുന്നേൽക്കരുത്. ചെറിയൊരു മാറ്റത്തോടെ എഴുന്നേൽക്കുക. ഒരു തീരുമാനം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇന്ന് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഒരു ചുവട് വയ്ക്കും. അതെത്ര ചെറുതാണെങ്കിലും വേണ്ടില്ല. ഒരു പുസ്തകത്തിൻ്റെ ഒരു പേജ് വായിക്കുക. 5 മിനിറ്റ് നടക്കാൻ പോകുക. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഭാഷയിലെ ഒരു പുതിയ വാക്ക് പഠിക്കുക. നിങ്ങളുടെ സ്വപ്നത്തിലുള്ള ബിസിനസ്സിനെക്കുറിച്ച് 10 മിനിറ്റ് ഗവേഷണം ചെയ്യുക. എന്തുമാകട്ടെ, പക്ഷെ അത് ചെയ്യുക. ആദ്യത്തെ ദിവസം ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നില്ല. രണ്ടാമത്തെ ദിവസവും. പക്ഷെ നിങ്ങളറിയാതെ നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടാകും. ഒരു മഞ്ഞുരുക്കം പോലെ. നിങ്ങളൊരു പുതിയ വ്യക്തിയായി മാറാൻ തുടങ്ങുകയായിരിക്കും. ദിവസങ്ങൾ ആഴ്ചകൾക്കും, ആഴ്ചകൾ മാസങ്ങൾക്കും വഴിമാറുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. നിങ്ങൾ പിന്നിട്ട ദൂരം കണ്ട് നിങ്ങൾ സ്വയം അഭിമാനിക്കും. ഓർക്കുക, വിജയത്തിലേക്കുള്ള വഴി എപ്പോഴും നിർമ്മാണത്തിലിരിക്കുന്ന ഒരു പാതയാണ്. അവിടെ കുണ്ടും കുഴിയുമുണ്ടാകും, വഴിതിരിവുകളുണ്ടാകും. ചിലപ്പോൾ വഴി പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അപ്പോൾ ഓർക്കുക, ഒരു വഴി അടയുമ്പോൾ തീർച്ചയായും മറ്റൊന്ന് തുറക്കപ്പെടും. വേണ്ടത് ആ പുതിയ വഴി കണ്ടെത്താനുള്ള മനസ്സും മുന്നോട്ടു പോകാനുള്ള ധൈര്യവുമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ നിസ്സാരമായി കാണരുത്. നിങ്ങളിലുള്ള കഴിവിനെ വിലകുറച്ച് കാണരുത്. ഈ ലോകത്ത് നിങ്ങൾക്കായി ഒരു വലിയ ദൗത്യമുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഭയന്ന് നിങ്ങളുടെ സ്വപ്നങ്ങളെ ബലികഴിക്കരുത്. മറ്റുള്ളവർ നിങ്ങളിൽ വിശ്വസിച്ചില്ലെങ്കിലും നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കണം. ആ വിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങുക. ആ ആദ്യത്തെ ഏറ്റവും ചെറിയ ചുവടുവയ്ക്കുക. ആ ചുവടാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഏറ്റവും ശക്തമായ ചുവടുവെപ്പ്. കാരണം ഇത് ചെയ്തവർ മാത്രമേ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ വെളിച്ചമെങ്കിലും കൊളുത്തിയിട്ടുണ്ടെങ്കിൽ ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്നോർക്കുക. നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നേറുന്ന സഹയാത്രികരാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനം നൽകിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഒരു ലൈക്ക് ഇതുപോലുള്ള കൂടുതൽ ഉള്ളടക്കങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നൽകുന്ന വലിയൊരു പ്രോത്സാഹനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല ശീലമെന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ ഈ കമ്മ്യൂണിറ്റി പരസ്പരം പ്രചോദനം നൽകുന്ന ഒരിടമായി മാറട്ടെ. ഈ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും
ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ അവരുമായി ഷെയർ ചെയ്യുക. നല്ല ചിന്തകൾ പങ്കുവയ്ക്കുന്നതിലൂടെ നമുക്കൊരുമിച്ചു വളരാം. ഇതുപോലുള്ള ചിന്തോദ്ദീപകമായ വീഡിയോകൾ ഇനിയും കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം പുതിയ വീഡിയോകൾ വരുമ്പോൾ തന്നെ അറിയാനായി ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും. ഓർക്കുക, ഓരോ ദിവസവും ഒരു പുതിയ തുടക്കമാണ്. നന്ദി.